नमस्ते बच्चों, सभी का स्वागत है हिंदी गुरु में. മക്കളെ എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക. ലോക്ക്ഡൗൺ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവാം. ഓക്കെ. അപ്പോൾ മക്കളെ, ഇന്ന് നമ്മൾ 10ാം ക്ലാസ് ഹിന്ദിയിലെ ഫസ്റ്റ് യൂണിറ്റിലെ തന്നെ ബണ്ടി എന്ന പേരുള്ള മന്നു ഭണ്ഡാരി എന്ന എഴുത്തുകാരി എഴുതിയതാണ്. ഒരു ഉപന്യാസത്തിന് അംശമാണ്. അപ്പോൾ ഇത് എക്സാമിനൊന്നും ചോദിക്കുന്നില്ല, അത് അധികമായി എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കഥ മാത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ മന്നു ഭണ്ഡാരി. ആധുനിക ഹിന്ദി സാഹിത്യക്കെ കഹാനിക്കാർ ഒരു ഉപന്യാസ്കാർ ബി ഹെ. കഥാകാരി നോവലിസ്റ്റുമാണ് നമ്മുടെ മന്നു ഭണ്ഡാരി. മന്നു ഭണ്ഡാരി ഈ കഥയിലൂടെ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ മാതാപിതാക്കളുടെ ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ വിള്ളലുകൾക്കിടയിൽ പെട്ടുപോകുന്ന ഒരു കൊച്ചു ബാലൻ്റെ കഥയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളോട്. ബണ്ടി മന്നു ഭണ്ഡാരിയുടെ. മമ്മി ഡ്രസ്സിംഗ് ടേബിൾ കെ സാമനെ ബൈഠി തയ്യാർ ഹോ രഹി ഹെ. അപ്പോൾ ആ കുട്ടിയുടെ അമ്മ, ആ കുട്ടീൻ്റെ കഥയെന്ന് പറഞ്ഞു അല്ലേ. ആ കുട്ടിയുടെ അമ്മ ഡ്രസ്സിംഗ് ടേബിളിൽ മുന്നിലിരുന്നിട്ട് എന്ത് ചെയ്യാണ്? ഒരുങ്ങുകയാണ്. അപ്പോൾ എങ്ങോട്ടോ പോകാനുള്ള ഒരുക്കത്തിനാണ് അല്ലേ. നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ തന്ന ആ ചിത്രത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ബണ്ടി പീച്ചെ ഖട ചുപ്ചാപ്പ് ദേഖ് രഹാ ഹെ. അപ്പോൾ ഈ കുട്ടിയുടെ പേരെന്താണ്? ബണ്ടി. ബണ്ടി അമ്മയുടെ പുറകിൽ നിന്നിട്ട് അമ്മ ചെയ്യുന്നത് നോക്കി നിൽക്കും. അതാണ് ചുപ്ചാപ്പ് എന്ന് പറഞ്ഞാൽ മിണ്ടാതെ. ദേഖ് രഹാ എന്ന് പറഞ്ഞിട്ട് നോക്കിക്കൊണ്ട് തന്നെ നിൽക്കും. മമ്മി ജബ് ഭി കോളേജ് ജാനെ കെ ലിയെ തയ്യാർ ഹോത്തി ഹെ. ആ മമ്മി എപ്പോഴൊക്കെയാണോ കോളേജിൽ പോകുന്നതിന് വേണ്ടി തയ്യാറാവുന്നത്, ബണ്ടി ബടിയേ കൗതുഹൽ സെ ദേഖ്താ ഹെ. ബണ്ടിയാണെങ്കിലോ വളരെയധികം കൗതുകപൂർവ്വം അമ്മേനെ തന്നെ നോക്കി നിൽക്കും. ആര്? നമ്മുടെ ബണ്ടി, ആ കൊച്ചു പയ്യൻ അല്ലേ, നമ്മൾ ചിത്രത്തിൽ കണ്ടില്ലേ. ജാൻതു വ ആജ് തക് നഹീ പായ. പർ അവന് ഇന്ന് വരെ മനസ്സിലാക്കാനായില്ല. എന്ത് മനസ്സിലാക്കാനായില്ല? പർ ഉസെ ഹമേശ ലഗ്താ ഹെ. അവന് പലപ്പോഴും തോന്നും എന്ത്? കി ഡ്രസ്സിംഗ് ടേബിൾ കി ഇൻ രംഗ് ബിരംഗി ശിശിയോമി. ഈ ഡ്രസ്സിംഗ് ടേബിളിലെ ഈ രംഗ് ബിരംഗി എന്ന് പറഞ്ഞാൽ വർണ്ണപ്പകിട്ടാർന്ന ശിശിയോമി എന്ന് പറഞ്ഞാൽ കുപ്പികളിൽ മാത്രല്ല ചോട്ടി ബടി ഡിബ്ബിയോമയും വലുതും ചെറുതുമായിട്ടുള്ള ഡബ്ബകൾ. ഡിബ്ബിയോ എന്ന് പറഞ്ഞാൽ ഡബ്ബകളിൽ जरूर कोई जादू है कि मम्मी इन सबको लगाने के बाद एकदम बदल जाती है. ഇപ്പം എന്ത് നമുക്ക് മനസ്സിലായി? അമ്മ മേക്കപ്പ് ചെയ്യണല്ലേ. ആ ചെറിയ പയ്യനെ അറിയില്ല അമ്മ എന്താ ഈ ചെയ്യുന്നതെന്നല്ലേ. അതാണ് അവൻ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നത് അമ്മയെ അല്ലേ. അപ്പം അവൻ പറയണേ, എനിക്കറിയില്ല, എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ആ ഡ്രസ്സിങ് ടേബിളിന് മുന്നിലുള്ള ആ ഡബ്ബകളിലും ആ കുപ്പികളിലൊക്കെ എന്തോ ആ വർണ്ണപ്പകിട്ടാർന്ന കുപ്പികൾ എന്ന് പറയുന്നുണ്ട് അല്ലേ. കുപ്പികളിൽ ജരൂർ എന്തോ കോയി ജാദു ഹേക്ക്, എന്തോ ഒരു മാന്ത്രികത. ജാദു എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മാജിക് ഉണ്ട്. മമ്മി സബ്കു ലഗാനേക്ക് ബാദ്, മമ്മി ഇതൊക്കെ ഇട്ടതിന് ശേഷം ഏകദം ബദൽ ജാതി ഹേ. മമ്മി ആകെ മാറിപ്പോവും. ഏകദം എന്ന് പറഞ്ഞാൽ ഏകദം ബദൽ ജാതി എന്ന് പറഞ്ഞാൽ മമ്മി പാടേ മാറും മമ്മിയുടെ മുഖം. ശരി തന്നെയല്ലേ മേക്കപ്പ് ഇട്ടാൽ. कम से कम बंडी को ऐसा ही लगता है कि उसकी मम्मी अब उसकी नहीं रही, कोई और ही हो गई. കംസേ കം കുറഞ്ഞത് നമ്മുടെ ബണ്ടിക്കെങ്കിലും തോന്നും. എന്താ തോന്നുന്നു? ഐസായി ലഗ്ദേ, എനിക്ക് ഇങ്ങനെ തോന്നും. ഉസ്കി മമ്മി അപ്പൊ ഉസ്കി നെഹ്റി, ഇതെൻ്റെ അമ്മയല്ല. കാരണം മേക്കപ്പ് ചെയ്തിട്ട് പാടേ മുഖം മാറി മമ്മിയുടെ അല്ല, ഇതെൻ്റെ അമ്മയല്ല. കോയി ഓർ, ഇത് വേറെ ആരുടെയോ അമ്മയാണെന്ന് ആ ബണ്ടിക്കെങ്കിലും തോന്നും എന്നാണ് പറയുക. അത്രയും മാറ്റമായിരുന്നു മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട്. അടുത്ത് നോക്കിക്കേ. പൂരി तरह तैयार होकर हाथ में पर्स लेकर मम्मी ने कहा, देखो बेटे धूप में बाहर नहीं निकलना. അപ്പം എന്താ പറഞ്ഞ? പൂരി തരം എല്ലാം തയ്യാറായി കഴിഞ്ഞതിന് ശേഷം ഹാത്തമേം, തൻ്റെ കൈകളിൽ പേഴ്സ് എടുത്തിട്ട് മമ്മി പറയും, നോക്കൂ മകനെ, ധൂപ്പുമേം, ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിലത്ത്, ബാഹർ നെഗി നികൽന, ഈ വെയിലുണ്ട്, നീ പുറത്തിറങ്ങരുത് എന്ന് മമ്മി അവനെ നോക്കി പറയും. ഫൂഫിക്കു ആദേശ് ദിയ. പിന്നെന്ത് ചെയ്യും? ഫൂഫി എന്ന് പറഞ്ഞാൽ അമ്മായിയോട് ആദേശ് ദിയ, ആജ്ഞ നൽകും. എന്താ ആജ്ഞ നൽകുന്നത്? ബണ്ടി ജോ ഖായേ വഹി ബനാന. ബണ്ടി എന്താണോ പറയുന്നത് അത് നീ ഉണ്ടാക്കണം. ഏകദം ബണ്ടിക്ക് മർസിക ഖാന. അവന് ഇഷ്ടമുള്ള ഭക്ഷണം മാത്രമേ നീ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് ആജ്ഞ നൽകും. ആരോട്? അമ്മായിയോട്. ചലനെ സെ പഹലെ മമ്മീനെ ഉസ്കാ ഗാൽ ദബദബായ. അപ്പോൾ അമ്മമാരൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ മക്കളിങ്ങനെ എന്താ ഒരു താലോലിക്കില്ലേ, അതേപോലെ അവൻ്റെ മമ്മി എന്ത് ചെയ്തു? ഉസ്കാ ഗാൽ, അവൻ്റെ കവിള് പിടിച്ചിട്ട് ദബദബായ അങ്ങനെ തലോടി. ബാലോമി ഉങ്കലിയാം ഫസാക്കർ ബടി പ്യാർ സെ ബാൽ ജിഞ്ചോർ ദിയെ. ഈ നമ്മുടെ ഈ മുടിയിഴകളിലൂടെ ഇങ്ങനെ വിരലോടിക്കില്ലേ, അതേപോലെ വിരലോടിച്ചുകൊണ്ട് ബടി പ്യാർ സെ ബാൽ ജിഞ്ചോർ ദിയെ. അങ്ങനെ ജിഞ്ചോർ ദിയെ എന്ന് പറഞ്ഞാൽ
മുടിയിഴകൾ ഇങ്ങനെ പിടിക്കില്ലേ, അതിനെയാണ് പറയുക. അങ്ങനെ ചെയ്ത ശേഷം ബണ്ടി ജേസി ഭൂത് ഭനാഘടര, എന്തൊക്കെ ചെയ്തിട്ടും ബണ്ടി ഒരു പ്രതിമ കണക്കെ, ഭൂത്ത് എന്ന് പറഞ്ഞാൽ പ്രതിമ കണക്കെ ഇങ്ങനെ നിന്നു ആ അമ്മയുടെ മുന്നിൽ. ബാപ്പക്കടക്കർ ഝുലാനഹിം, അമ്മയുടെ കൈകൾ പിടിച്ചിട്ട്, ചെറിയ കുട്ടികൾ കണ്ടിട്ടില്ലേ, പോകുന്നതിന് മുന്നേ മമ്മി വിളിച്ച് കരയലും വാശി പിടിക്കലൊക്കെ. പക്ഷെ അതൊന്നും ആര് ചെയ്തില്ല, ആ കുഞ്ഞ് ബണ്ടി ചെയ്തില്ല. പക്കടുക്കർ ബാഹ് എന്ന് പറഞ്ഞാൽ തൻ്റെ കൈ കേട്ടോ, അമ്മയുടെ കൈ ആണ് ബാഹ്. ഝൂല എന്ന് പറഞ്ഞാൽ ആടിയില്ല. കിസി ചീസ്കി ഫർമാഷ് നെയ്ക്ക്, ഒന്നിനും വാശി പിടിച്ചില്ല അവൻ. ചിലവരുണ്ടാവില്ലേ ഈ അഭ്യർത്ഥന, ഫർമായിഷ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൊണ്ടൊരു അഭ്യർത്ഥന നടത്തുക, അല്ലെങ്കിൽ വാശി പിടിക്കുന്നേ, എന്തെങ്കിലും പരാതി പറയുക, എന്തെങ്കിലും ചെയ്യുന്നതിനാണ് ഫർമായിഷ് എന്ന് പറയുക. മമ്മീനെ ഖീഞ്ച് കർ ഉസെ അപ്പനെ പാസ് ഹട്ടാലിയ, എന്നാലും മമ്മിയാണെങ്കിലോ ഖീഞ്ച് കർ വലിച്ചിട്ട് ഉസെ അപ്പനെ പാസ് ഹട്ടാലിയ, അങ്ങനെ ചേർത്ത് പിടിക്കൂല തൻ്റെ ഹൃദയത്തോട്, അങ്ങനെ ചേർത്ത് പിടിച്ചു. पर एकदम चिपक कर भी बंडी को लगा जैसे मम्मी उससे बहुत दूर है. എത്ര ചിപ്പക്കർ എന്ന് പറഞ്ഞാൽ എത്ര ചേർത്ത് പിടിച്ചിട്ടും ബണ്ടിക്കോ ലഗ, ബണ്ടിക്ക് തോന്നി ജैसे മമ്മി ഉസ്സെ ബഹുത് ദൂർ ഹെ, എന്നിൽ നിന്ന് എത്രയോ മമ്മി അകന്നു പോയിരിക്കുന്നു എന്ന് ആ കുഞ്ഞ് പയ്യന് തോന്നി. और फिर वे सचमुच ही दूर हो गई, സത്യം ശരിക്കും അമ്മ എന്നിൽ നിന്ന് അകന്നിരിക്കുന്നുവെന്ന് അവന് തോന്നി. ഉനക്ക് ചപ്പൽ की खटखट जब बरामदे की सीढ़ियों पर पहुंची तो, അതായത് അമ്മയുടെ ചപ്പലിലെ ചെരുപ്പിൻ്റെ ഗഡ്ഗഡ ശബ്ദമാണ് കേട്ടോ, ചെരുപ്പിൻ്റെ ശബ്ദത്തെയാണ് ഗഡ്ഗഡ്. ജബ് ബരാമദേക്ക്, വരാന്തയുടെ സീഡിയോം പറ, അതായത് സീഡിയോം പറ എന്ന് പറഞ്ഞാൽ പടികളിൽ, വരാന്തയുടെ പടികളിൽ അമ്മയുടെ ആ ചെരുപ്പിൻ്റെ സൗണ്ട് അവിടെ, അതായത് അമ്മ അവിടെ എത്തിയപ്പോൾ അവനെന്ത് ചെയ്തു, ബണ്ടി കമരേക്ക് ദർവാസെ पर आकर, ബണ്ടി ആ മുറിയുടെ വാതിൽക്കൽ വന്ന് നിന്നിട്ട് ആഖർ ഘട गया, ആ കുട്ടി അവിടെ വന്ന് നിന്നു. और मम्मी जब फाटक खोलकर सड़क पार करके घर के ठीक सामने बने कॉलेज में घुसी तो बंटी दौड़कर अपने घर के फाटक पर खड़ा हो गया. മമ്മി ഗേറ്റ് തുറന്ന് സടക് പാർ കർക്കെ, റോഡ് മുറിച്ച് കടന്ന് घर के ठीक सामने बने, വീടിനെ ചേർന്ന് കിടക്കുന്ന മുന്നിൽ തന്നെയുള്ള കോളേജിലേക്ക് ഗുസീത്തോ പ്രവേശിച്ചപ്പോൾ ബണ്ടി ദൗഡ്കർ, ബണ്ടി ഓടിയിട്ട് എവിടെ ചെന്ന് നിന്നു, അപ്പനെ ഗർക്കെ ഫാട്ടക് പർ ഖടാ ഹോ ഗയാ, ആ വീടിൻ്റെ ഗേറ്റിന് ചേർന്ന് നിന്നു. ആര്, നമ്മുടെ ബണ്ടി. സിർഫ് ദൂർ ജാതി ഹുയി മമ്മി കോ ദേഖ്നെ കെ ലിയെ, എന്തിനു വേണ്ടിയിട്ടാണ്, ദൂരത്തേക്ക് ആ കോളേജിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ആ മമ്മി ഇങ്ങനെ ദൂരെ നിന്ന് കാണൂലേ, മമ്മി മറയുന്നത് വരെ കാണുന്നതിന് വേണ്ടിയിട്ട് അവങ്ങനെ നോക്കി നിന്നു. ജാൻതാ ഹെ മമ്മി ആ പീച്ചെ മുടുക്കർ നെഹി ദേഖേഗി, അവനെ അറിയാമായിരുന്നു ഇനി, അതായത് പോയി കഴിഞ്ഞില്ലേ, ഇനി അവനെ തിരിഞ്ഞ് നോക്കില്ല. മുടുക്കർ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞ്, നെഹി ദേഖി, ഇനി അവനെ നോക്കില്ല എന്ന് അവനെ അറിയാമായിരുന്നു. നപ്പേ തുലി ഖദം രഖ്തി ഹുയി സീതി ചൽത്തി ചലി ജായെങ്കി. നപ്പേ തുലി കഥം എന്ന് പറഞ്ഞാൽ നല്ല കൃത്യമായ ചുവടുകൾ, അളന്ന് മുറിച്ച ചുവടുകൾ നോക്കുമല്ലേ, അതാണ് കഥം ചുവട്. രക്തി ഹുയി സീതി ചലത്തി, നേരെന്ത് ചെയ്യുന്നു, നടക്കുന്നു. ചലത്തി ചലി ജായെങ്കി, നടന്നു പോകും. ജैसे ही अपने कमरे के सामने पहुंचेगी, തൻ്റെ ഇതൊക്കെ അവന് വീട്ടിൽ നിന്ന് കാണാം കേട്ടോ, കാരണം നേരെ മുന്നിലാണ് മമ്മിയുടെ കോളേജിലാണ് മമ്മി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ अपने कमरे के सामने, തൻ്റെ മുറിൻ്റെ മുന്നിലെത്തിയിട്ട് എന്ത് ചെയ്യും, ചപ്രാസി സലാം ടോക്താ ഹുവ, ചപ്രാസി എന്ന് പറഞ്ഞാൽ പിയാണ് എന്ത് ചെയ്യുന്നു, സലാം ടോക്താ, അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ദൗഡേക ഓടും, എന്നിട്ട് ഉറച്ചിക്കൂടായക, അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു മറ ഉണ്ടാവുമല്ലോ, അത് മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, മമ്മി അന്തർ ഗുസേഗി, മമ്മി അകത്തേക്ക് പ്രവേശിക്കും. और एक बड़ी सी मेज के पीछे रहेगी, कुर्सी पर बैठ जाएगी, മമ്മി അകത്തേക്ക് പ്രവേശിച്ചിട്ട് एक बड़ी सी मेज के पीछे, ആ വലിയൊരു മേശയുടെ പിറകിലുള്ള രഖി കുർസി പർ, അവിടെ വലിയൊരു ചെയറുണ്ട്, അതിൽ ഇരിക്കും മമ്മി. അപ്പം നമുക്ക് മനസ്സിലാക്കാം എന്തോ വലിയൊരു സ്ഥാനത്താണ് മമ്മി അവിടെ ജോലി ചെയ്യുന്നതെന്ന് അല്ലേ. ഉസ് മേസ് ബർ ढेर सारी चिट्ठियाँ होंगी, എന്നാൽ മേശയിലാണെങ്കിലോ ആ ടേബിൾ നിറയെ കത്തുകളായിരിക്കും. ढेर सारी, കുന്നുകൂടിയിട്ട് ചിട്ടിയാം, ചിട്ടി എന്ന് പറഞ്ഞാൽ ലെറ്റർ ഉണ്ടായിരിക്കും. ഫയലേ ഹോങ്കി, ഫയലുകളും ഉണ്ടായിരിക്കും. ഉസ് സമയത്തെ കഥ വരെ മമ്മി ഏകദം ബദൽ ചുക്കി ഹോങ്കി, മമ്മി പൂർണ്ണമായിട്ടും അമ്മ മാറിക്കഴിഞ്ഞിരിക്കുന്നു. कम से कम बंडी को उस कुर्सी पर बैठी मम्मी कभी अच्छी नहीं लगी, ആ കുട്ടിക്ക് പോലും ആ ചെയറിലിരിക്കുന്ന മമ്മിയെ ഒരിക്കലും ഇഷ്ടമല്ലായിരുന്നു എന്നാണ് പറയുന്നത്. पहले जब कभी उसकी छुट्टी होती और मम्मी की नहीं होती, मम्मी उसे भी अपने साथ കോളേജ് ले जाया करती थी. അപ്പോൾ ആദ്യമൊക്കെ അവന് ചുട്ടി ഉണ്ടായിരുന്ന, ലീവ് ഉണ്ടായിരുന്ന സമയത്ത്, സ്കൂൾ അവധിയായിരുന്ന സമയത്ത് മമ്മിക്കൊപ്പം ഉണ്ടാവില്ല. അപ്പം മമ്മി എന്ത് ചെയ്യും, അപ്പനെ സാത്ത് കോളേജ് ले जाया करती थी, മമ്മിയുടെ കൂടെ കോളേജിലേക്ക് അവനെയും കൊണ്ടുപോകും. എന്നിട്ടോ അപ്പോൾ ചപ്രാസ് ഉസെ ദേഖ്തെ ഹി ഗോദ് മേ ഉഠാനെ ലഗ്താ തോ ബഹുത് ചടക് ദേത്താ, അപ്പോൾ
അവനെ കാണുമ്പോൾ തന്നെ ചപ്രാസി ആ പിയൂണ് ആ ഗോതമ്പ് ആ മടിയിലെടുക്കും. എന്നിട്ടോ അവനെന്ത് ചെയ്യും, ചടത്തെ കൈ തട്ടി മാറ്റിയിട്ട് മമ്മിയുടെ ഒപ്പം പോവും. മമ്മിക്ക് കമരയ്ക്ക് ഏക്ക് കോണെ में ही उसके लिए एक छोटी सी मेज कुर्सी लिखवा दी जाती. മമ്മിയുടെ ആ മേശയോട് ആ റൂമിൽ തന്നെ മേശയോട് ചേർന്നുള്ളൊരു കോണിൽ ആ മൂലയിൽ എന്ത് ചെയ്യും, അവനൊരു ചെറിയൊരു മേശയും കസേരയും ആ പിയൂണിനെ കൊണ്ട് ലഘുവാ दी जाती ഇടുവിപ്പിക്കും. जिस पर बैठकर ഇപ്പോൾ ഡ്രോയിങ് ബനായ കർത്ത അവൻ എന്ത് ചെയ്യും, അതേ ഇരുന്നിട്ട് അവൻ വരയ്ക്കാൻ തുടങ്ങും, ഡ്രോയിങ് ചെയ്യാൻ തുടങ്ങും. कमरे में कोई भी घुसता तो एक बार हंसी लपेट कर आंखों ही आंखों में जरूर उसे दुलरा देता. ആരെങ്കിലും ആ റൂമിൽ പ്രവേശിക്കുകയാണെങ്കിൽ, ഉസ്താദ് പ്രവേശിക്കുകയാണെങ്കിൽ ഏക്ക് ബാർ ഒരിക്കലും അവനെ നോക്കി ഒന്ന് എന്ത് ചെയ്യുന്നു, പുഞ്ചിരിച്ചിട്ട് ലപ്പെടുക്കർ ആങ്കോ ഈ ആങ്കോ മീ ജറൂർ ഉസേ ദുലറാ ദേത്ത കണ്ണുകൾ കൊണ്ട് അവനെ ലാളിക്കും. കുട്ടികളോട് നമ്മൾ കണ്ണേറ്റൊന്നും കയ്യിൽ ഇങ്ങനെ ആക്ഷൻ കാട്ടില്ല, അതാണ് ആങ്കോ മീ, കണ്ണുകൾ കൊണ്ട് അവനെ ലാളിക്കും. ദുലറാ ദേത്ത തബ് വഹ മമ്മിക്ക് ഓർ ദേഖ്ത, എന്നിട്ട് അവൻ നേരെ എന്നിട്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കും. കുട്ടികൾ അങ്ങനെ തന്നെയല്ലേ, ആരെങ്കിലുമൊക്കെ ലാളിക്കുകയാണെങ്കിൽ നേരെ മമ്മിയുടെ അല്ലെങ്കിൽ അമ്മയുടെ മുഖത്ത് നോക്കും. അപ്പോഴോ पर उस कुर्सी पर बैठकर मम्मी का चेहरा अजीब तरह से सख्त हो जाया करता है. ആ കസേരയിലിരിക്കുന്ന മമ്മിയുടെ മുഖം സക്ത് എന്ന് പറഞ്ഞാൽ ആ കഠിനമായിരിക്കും. എങ്ങനെ, അജീബ് തരസെ സക്ത് ഹോ ജായ കർത്ത, ഒരു വിചിത്രമായ രീതിയിൽ മമ്മിയുടെ മുഖം അങ്ങനെ കഠിനമായിരിക്കും. लगता है ഇപ്പോൾ തോന്നും, മാനോ അപ്പനെ അസലി ചെഹരെ पर कोई दूसरा चेहरा लगा लिया हो. തൻ്റെ ആ കസേരയിലിരിക്കുന്ന തൻ്റെ മമ്മിയുടെ മുഖത്തിൻ്റെ സ്ഥാനത്ത് വേറൊരു മുഖമുള്ളതായി അവന് തോന്നിപ്പോകാറുണ്ട് എന്നാണ് പറയുന്നത്, അല്ലേ? മമ്മിക്ക് പാസ് ജരൂർ എക് ഓർ ചെഹ്റ ഹെ, ശരിക്കും തീർച്ചയായും എൻ്റെ മമ്മിക്ക് വേറൊരു മുഖം തന്നെയുണ്ട്. ചെഹ്റാഹി നഹി, വെറും മുഖം മാത്രമല്ല, ആവാസ് ബി, ശബ്ദം പോലും കേസ് സക്ത് ഹോ ജാതി, എത്രത്തോളം കടുത്തതാണ് ആ മമ്മിയുടെ ശബ്ദം. ബോധേയത്തോ, സംസാരിക്കുകയാണെങ്കിൽ ലക്തായി നമുക്ക് തോന്നിപ്പോവും ജെസെ ഡാൻ രഹി ഹോ, മറ്റുള്ളവരെ ചീത്ത പറയാൻ അല്ലെങ്കിൽ ശകാരിക്കുകയാണെന്ന് നമുക്ക് തോന്നിപ്പോണ്ടാണ്ട് എന്ന് പറഞ്ഞാൽ ശകാരിക്കുക. ബണ്ടിക്കോ മമ്മി ബഹുത് ഹി കം ഡാൻതി ഹെ ബസ് പ്യാർ കർത്തി ഹെ, എന്താ പറയുന്നത്, മമ്മി ബണ്ടിയെ വളരെ കുറച്ചേ ശകാരിക്കാറുള്ളൂ, അത്ര തന്നെ എന്നെ ഇഷ്ടപ്പെടാറുള്ളൂ, കുറച്ച് എന്നെ ഇഷ്ടപ്പെടാറുള്ളൂ. ഇസ്ലിയെ, ഇതുകൊണ്ടാണ് യോ സക്ത് ചെഹ്റ ഢാണ്ഡത്തി പ്രിൻസിപ്പൽ കി കുർസി പർ ബൈഠി മമ്മി ഉസേ കബി അച്ചി നഹീ ലഗ്തി. എന്താണ് യോ സക്ത് ചെഹ്റ, ഇങ്ങനെ ശകാരിക്കുന്ന ഭാവമുള്ള അല്ലെങ്കിൽ ക്രൂരഭാവമുള്ള ഈ മമ്മിയെ, പ്രിൻസിപ്പൽക്ക് കുർസി പർ ബൈഠി, ഈ പ്രിൻസിപ്പളിൻ്റെ ചെയറിലിരിക്കുന്ന ഈ മമ്മി ഉസേ കബി അച്ചി നഹീ ലഗ്തി, എനിക്ക് ഒരിക്കലും ആ വണ്ടിക്ക് ഒരിക്കലും ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബണ്ടിയുടെ അമ്മ ആരാണ് അവിടുത്തെ? കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്, അല്ലേ? ബാക്കി നോക്കിക്കേ നിങ്ങൾ. വഹാ ഉസ്കെ ഓർ മമ്മിക്ക് ബീച്ച് മേ ബഹുത് സാരി ചീസേ മാ ജാത്തി ഹെ, അവിടെയാണെങ്കിൽ എനിക്കും മമ്മിക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ വന്നു പോകുന്നു. മമ്മി ക നക്ലി ചെഹ്റ, മമ്മിയുടെ കൃത്രിമമായ മുഖം. കോളേജിക്ക് ബഡി സി ബിൽഡിംഗ്, കോളേജിലെ വലിയ വലിയ കെട്ടിടങ്ങൾ. കോളേജിക്ക് ടേർ സാരി ലടുക്കിയാം, കോളേജിലെ ടേർ സാരി, ഒരുപാട് പെൺകുട്ടികൾ. കോളേജിക്ക് ടേർ സാരേക്കാം, ആ കോളേജിൽ തന്നെ ഒരുപാട് ജോലികൾ. ദോടി ദോടി ദേർമയും ഭജനെ വാലി കണ്ട്, ഇടയ്ക്കിടയ്ക്ക് മുഴങ്ങുന്ന ആ ബെല്ലുകൾ. ഖണ്ഡ ഭജനെ പർ, ബെല്ല് മുഴങ്ങുമ്പോൾ ഹോനെ വാലി ഹൽച്ചൽ, ബെല്ല് മുഴങ്ങുമ്പോൾ ഉണ്ടാകുന്ന ബഹളങ്ങൾ. ഹൽച്ചൽ എന്ന് പറഞ്ഞാൽ ബഹളം. ഇൻ സബ് കെ ഏക് സിരെ പർ വരത്താ ഹൈ ചുപ്ചാപ്പ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു കോണിൽ ആരിയ്ക്കുന്നു, മിണ്ടാതെ, ചുപ്ചാപ്പ്, മിണ്ടാതെ, നിശബ്ദനായി. സഹമാസ എന്ന് പറഞ്ഞാൽ അങ്ങനെ സങ്കോചിച്ചുകൊണ്ട് കൂനിക്കൂടിയിട്ട് ആരിയ്ക്കുന്നു, നമ്മുടെ ബണ്ടി ഇരിക്കുന്നു. അവർ ദൂസരെ പർ മമ്മി രഹത്തി ഹേ, അവിടെ മമ്മി ഇരിക്കുന്നു. കിസിക്കോ ആദേശ് ദേത്തി ഹുയി, ആരുടെക്കോ ആജ്ഞ നൽകിയിട്ട്. കിസിക്ക് സാത്ത് സലാം മശ്വര കർത്തി ഹുയി, നൽകിയിട്ട് മമ്മി ഇരിക്കുന്നു. കിസിക്കോ ഡാൻതി ഹുയി, ചിലരെ ശകാരിച്ചിട്ട്. അവർ ഇസ്ലി, ഇതുകൊണ്ടാണ് ഉസ്നെ കോളേജ് ആനാ ചോദ്യ, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ കോളേജിൽ പോകുന്നത് നിർത്തിയത്. ഗർമേൻ ചാഹേ വ അക്കേല രഹേ, വീട്ടിൽ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും ഞാൻ. പർ വഹാൻ നഹീ ജാത്ത, എന്തായാലും ഞാൻ ഇനി അവിടെ പോകില്ല. കിസ്കെ പാസ് ചായേ, ഞാനവിടെ ആരുടെ അടുത്തേക്കാണ് പോകുന്നത്? മമ്മി തോ വഹാൻ രഹത്തി നഹീ, എൻ്റെ മമ്മിയാണെങ്കിൽ അവിടെ ഇല്ല. ആരാണ് അവിടെ? രഹത്തി ഹേ ബസ് ഏക് പ്രിൻസിപ്പൾ, അവിടെ ആകെ ഉള്ളതൊരു പ്രിൻസിപ്പളാണ്. ജിൻകെ ചാരോ ഓർ ബഹുത് സാരേക്കാം, അവരുടെ 4 ഭാഗവും ചുറ്റുപാടും എന്താണ് ബഹുത് സാരേക്കാം, ഒരുപാട് ജോലികളുണ്ട്. ബഹുത് സാര ലോക രഹത്തെ, ഒരുപാട് ജനങ്ങളുണ്ട് അല്ലെങ്കിൽ എന്താണ് ആളുകളുണ്ട്. നഹി രഹത്താ ഹേ തോ കേവൽ ബണ്ടി, അവിടെ ഇല്ലാത്തത് ആരാണ്? ഞാൻ ഒരാൾ, ബണ്ടി മാത്രമാണ് അവിടെ ഇല്ലാത്തത്. മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ
ബണ്ടി എന്നുള്ള നമ്മുടെ മന്നു ഭണ്ഡാരിയുടെ ഉപന്യാസത്തിൻ്റെ ഒരു ഭാഗം. മനസ്സിലായില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ അല്ലേ, എത്ര നഗ്നമായ സത്യമാണ് നമ്മുടെ മന്നു ഭണ്ഡാരി ഈ നമ്മുടെ ബണ്ടി എന്നുള്ള നമ്മുടെ ഉപന്യാസത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അല്ലേ. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സത്യമാണത് അല്ലേ, നഗ്നമായ സത്യം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ന് മനുഷ്യന്മാർക്കിടയിൽ സമയമില്ല, ഒന്നിനും സമയമില്ല അല്ലേ. തിരക്കേറിയ ജീവിതത്തിൽ തൻ്റെ മക്കളെ നോക്കാൻ പോലും സമയമില്ലാതെ അച്ഛനമ്മമാർ ഓടിപ്പാഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ കുട്ടിയുടെ വിഷമത്തെ, ആ കുട്ടിയുടെ ദുഃഖത്തെ, അത് തൻ്റെ മമ്മിയല്ല എന്ന് പറയുന്നുണ്ട് ആ കുട്ടിയല്ലേ, ആ ദുഃഖത്തെയാണ്, അല്ലെങ്കിൽ ആ നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ ഇരിഞ്ഞിരിയുന്ന ബാല്യം എന്നൊക്കെ പറയില്ല, ആ ഒരു ബാല്യത്തെയാണ് നമ്മുടെ മന്നു ഭണ്ഡാരി തങ്ങളുടെ ഉപന്യാസത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഉപന്യാസം നന്നായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ എക്സാമിനൊന്നും ചോദിക്കില്ല, ജസ്റ്റ് ഒന്ന് കഥ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞു തന്നേന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ഹിന്ദി ഗുരു എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ നേടുന്ന ഓരോ 10ാം ക്ലാസ്സിൻ്റെ വീഡിയോസും ഓരോ ചാപ്റ്ററിൻ്റെ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബച്ചോ ധന്യവാദ്.